താലിയുടെ അവകാശി ഭാഗം 7. ഇനി നിനക്ക് അറിയേണ്ട സമയമായി. രാഘവന്റെ ആ വാക്കുകൾ കേട്ട് അർജുൻ അനങ്ങാതെ നിന്നു. അവന്റെ കയ്യിൽ പഴയ ഡയറി മേശപ്പുറത്ത്. രാഘവന്റെ കയ്യിലെ ആ സ്വർണ്ണത്താലി. അർജുൻ പതുക്കെ ചോദിച്ചു, എന്താണ് എനിക്ക് അറിയേണ്ടത്? രാഘവൻ അകത്തേക്ക് വന്നു, വാതിലടച്ചു. ഈ ഡയറി നീ എവിടെ നിന്നാണ് കണ്ടത്? ഷോറൂമിൽ നിന്ന്. അത് അവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ലായിരുന്നു. അർജുൻ ഡയറി ഉയർത്തിക്കാട്ടി. പക്ഷെ ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. രാഘവൻ അവനെ നോക്കി. എന്ത്? രാമചന്ദ്രൻ. രാഘവന്റെ മുഖം മാറി. അദ്ദേഹം ആരായിരുന്നു? നിങ്ങൾക്കറിയാവുന്ന ഒരാൾ. എനിക്കറിയില്ല. അറിയണം. എന്തിന്? രാഘവൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, കാരണം നിന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു അദ്ദേഹം. അർജുൻ ഞെട്ടി. ദേവികയുടെ അച്ഛൻ? രാഘവൻ തലകുനിച്ചു. അതെ. അദ്ദേഹമായി അച്ഛൻ എന്തായിരുന്നു ബന്ധം? സൗഹൃദം. അത്രമാത്രമോ? രാഘവൻ മറുപടി പറഞ്ഞില്ല. അർജുൻ ഡയറിയിലെ കയറിയ പേജിലേക്ക് നോക്കി. ഇവിടെ എന്താണ് എഴുതിയിരുന്നത്? രാഘവൻ അവന്റെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങി. അത് നീ അറിയേണ്ടതില്ല. അച്ഛാ! അർജുന്റെ ശബ്ദമുയർന്നു. എന്റെ പ്രണയത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം എനിക്ക് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. രാഘവന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നെ വെറുക്കും. സത്യം പറഞ്ഞാൽ മതി. സത്യം ചിലപ്പോൾ ശിക്ഷയാണ്, എങ്കിലും എനിക്കത് അറിയണം. രാഘവൻ കസേരയിലിരുന്നു. അവന്റെ കണ്ണുകൾ ദൂരേക്കായി. 1999. അവൻ പതുക്കെ തുടങ്ങി. അന്ന് ഞാൻ വേറൊരു മനുഷ്യനായിരുന്നു. അർജുൻ ശ്രദ്ധിച്ചു കേട്ടു. മംഗലത്ത് കുടുംബത്തിന്റെ സ്വത്തുക്കളും ബിസിനസ്സും വളർന്നുകൊണ്ടിരിക്കുന്ന കാലം. രാമചന്ദ്രൻ, അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വിശ്വസ്തനായ ഒരാളായിരുന്നു. ജോലിക്കാരനും. രാഘവൻ തലകുനിച്ചു. അല്ല. ഒരു നിമിഷം നിർത്തി. സുഹൃത്ത്? അർജുൻ ഞെട്ടി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? രാഘവൻ കണ്ണുകൾ അടച്ചു. ഒരു ദിവസം അവൻ പതുക്കെ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പഴയ കാലം. മംഗലത്ത് തറവാട്ടിൽ വലിയ ആഘോഷം. രാഘവന്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രം. അവന്റെ ഭാര്യ സാവിത്രി ഗർഭിണിയായിരുന്നു. വീട്ടിൽ സന്തോഷം. പക്ഷെ ആ സന്തോഷത്തിനിടയിൽ ഒരു പ്രശ്നം. കുടുംബത്തിന്റെ പഴയ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു രേഖ കാണാതായി. ആ രേഖ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ മംഗലത്ത് കുടുംബത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുമായിരുന്നു. രാഘവൻ ആ രേഖ തിരഞ്ഞു. അത് അവസാനമായി കണ്ടത് രാമചന്ദ്രന്റെ കയ്യിലായിരുന്നു. രാഘവൻ അദ്ദേഹത്തെ നേരിൽ കണ്ടു. രാമചന്ദ്ര, എന്താ? ആ രേഖ എവിടെയാണ്? എന്റെ കയ്യിലില്ല. നീ കള്ളം പറയുകയാണ്. ഞാൻ ഒരിക്കലും നിനക്കൊപ്പം കള്ളം പറഞ്ഞിട്ടില്ല. രാഘവൻ ദേഷ്യപ്പെട്ടു. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ആരോ ശ്രമിക്കുന്നു. രാമചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. അത് പുറത്തുള്ള ഒരാളല്ല. രാഘവൻ ഞെട്ടി. പിന്നെ? രാമചന്ദ്രൻ അവനെ നോക്കി. നിന്റെ വീട്ടിലുള്ള ഒരാളാണ്. ഇപ്പോഴത്തെ സമയം. ആരാണ്? അർജുൻ ചോദിച്ചു. രാഘവൻ മറുപടി പറഞ്ഞില്ല. അച്ഛാ, അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം ആ സത്യം പറഞ്ഞാൽ. അർജുനെ നോക്കി. നിന്റെ കുടുംബം തന്നെ തകരും. അർജുൻ നിരാശയായി ചിരിച്ചു. കുടുംബം രക്ഷിക്കാനാണ് ഇത്രയും വർഷം എല്ലാവരും കള്ളം പറഞ്ഞത്. രാഘവൻ മിണ്ടാതിരുന്നു. എന്റെ പ്രണയം തടയാനും അതേ കള്ളം ഉപയോഗിക്കുന്നു. അർജുൻ തിരിഞ്ഞു നടന്നു. അർജു. അവൻ നിന്നു. രാഘവൻ കയ്യിലെ താലി ഉയർത്തി. ഇത് നിനക്കറിയാമോ? അർജുൻ തിരിഞ്ഞു നോക്കി. ഇത് മംഗലത്ത് കുടുംബത്തിന്റെ താലിയാണ്. അല്ല. അർജുൻ ഞെട്ടി. അപ്പോൾ രാഘവൻ പതുക്കെ പറഞ്ഞു, ഇത് മംഗലത്ത് കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ മാത്രം താലിയല്ല, രണ്ട് കുടുംബങ്ങളെ ബന്ധിപ്പിച്ച ഒരു വാഗ്ദാനത്തിന്റെ അടയാളമാണ്. അതേസമയം ദേവിക വീട്ടുമുറ്റത്ത് ഒറ്റയ്ക്കിരുന്നു. അർജുൻ പോയിട്ട് മണിക്കൂറുകൾ. അവൾക്കെന്തോ അസ്വസ്ഥത. ഫോൺ നോക്കി. അവന്റെ മെസ്സേജ് ഇല്ല. അവൾ വിളിച്ചു. ഫോൺ എടുത്തില്ല. അർജുൻ, അവൾ പതുക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. ദേവു. അമ്മേ, അവൾ മംഗലത്ത് വീട്ടിൽ പോയതാണല്ലേ? അതെ. സുഭദ്രയുടെ മുഖത്ത് പേടി. അവൻ ആ ഡയറി കണ്ടോ? ദേവിക ഞെട്ടി. ഏത് ഡയറി? സുഭദ്ര ഉടനെ മിണ്ടാതായി. അമ്മ, ഒന്നുമില്ല. നിങ്ങൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, പറയൂ. അവൾ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവൾ നിർത്തി. ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്ത്? നിന്നെ ഒരിക്കലും മംഗലത്ത് കുടുംബത്തിൽ നിന്ന് അകറ്റരുതെന്ന്. ദേവിക ഞെട്ടി. എന്ത്? അന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ? സുഭദ്ര കണ്ണിനെ തുറച്ചു. ഇപ്പോൾ മനസ്സിലാകുന്നു. എന്താണ്? അവൾ മകളെ നോക്കി. നിന്റെ അച്ഛൻ അറിയാമായിരുന്നു ഒരു ദിവസം നീ മംഗലത്ത് കുടുംബത്തിലെ ഒരാളെ സ്നേഹിക്കുമെന്ന്. ദേവികയുടെ ഹൃദയം പിടഞ്ഞു. അച്ഛൻ എങ്ങനെ അറിയാം? സുഭദ്ര ഒന്നും പറഞ്ഞില്ല. മംഗലത്തെ തറവാട്. രാഘവൻ പഴയ അലമാര തുറന്നു. അതിൽ നിന്നൊരു ചെറിയ കറുത്ത പെട്ടി എടുത്തു. അർജുന്റെ മുന്നിൽ വെച്ചു. ഇത് തുറക്കൂ. അർജുൻ പെട്ടി തുറന്നു. അതിനുള്ളിൽ ഒരു കുഞ്ഞിന്റെ പഴയ വെള്ളിക്യാപ്പ്, ഒരു പഴയ ഫോട്ടോ, ഒരു ആശുപത്രി രേഖ. അർജുൻ ഫോട്ടോ എടുത്തു. അതിലൊരു കുഞ്ഞ്. അവന്റെ അരികിൽ രാമചന്ദ്രൻ. അർജുൻ ഞെട്ടി. ഇത് ആരുടെ കുഞ്ഞാണ്? രാഘവൻ മറുപടി പറഞ്ഞില്ല. അർജുൻ ആശുപത്രി രേഖ എടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് ഫീമെയിൽ ചൈൽഡ് ബോൺ. തീയതി കണ്ടപ്പോൾ അർജുന്റെ കണ്ണ് വലുതായി. ഈ തീയതി. അവൻ രാഘവനെ നോക്കി. ഇത് ദേവിക ജനിച്ച ദിവസമല്ലേ? രാഘവൻ കണ്ണുകൾ അടച്ചു. അർജുന്റെ ശ്വാസം നിലച്ചു. അപ്പോൾ അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു,
ദേവികയുടെ ജനനമായി നമ്മുടെ കുടുംബത്തിന് എന്താണ് ബന്ധം? രാഘവൻ മറുപടി പറയുന്നതിന് മുമ്പ് മുറിയുടെ വാതിൽ തുറന്നു. സാവിത്രി അകത്തേക്ക് ഓടി വന്നു. രാഘവ. അവളുടെ മുഖത്ത് ഭയം. എന്താ? അർജുൻ എല്ലാം അറിഞ്ഞോ? രാഘവൻ മിണ്ടാതെ നിന്നു. സാവിത്രി അർജുന്റെ കയ്യിലെ രേഖ കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അവനെ കാണിക്കരുതായിരുന്നു. അർജുൻ ഞെട്ടി. അമ്മേ. സാവിത്രി അവന്റെ അടുത്തേക്ക് വന്നു. എന്നോട് ക്ഷമിക്കണം. എന്തിനാണ്? അവൾ അവന്റെ കൈ പിടിച്ചു. നിന്നോട് ഇത്രയും വർഷം ഒരു കാര്യം മറച്ചു വെച്ചേനെ. എന്ത് കാര്യം? സാവിത്രി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവികയെ നീ ആദ്യമായി കാണുന്നതിന് വളരെ മുമ്പ് നിന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടായിരുന്നു. അർജുൻ ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി. എങ്ങനെ? സാവിത്രി മറുപടി പറയാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ശബ്ദം പുറത്തു വന്നില്ല. രാഘവൻ കണ്ണുകൾ അടച്ചു. മുറിയിൽ വീണ്ടും നിശബ്ദത. മേശപ്പുറത്ത് ആ പഴയ താലി, അർജുന്റെ കയ്യിൽ ദേവികയുടെ ജനന തീയതി രേഖപ്പെടുത്തിയ പേപ്പർ. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം. ദേവികയും മംഗലത്ത് കുടുംബവും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണ്? അപ്പോഴാണ് സാവിത്രി പതുക്കെ പറഞ്ഞത്. അർജു, നിനക്കിനി ഒരു സത്യം കൂടി അറിയണം. ദേവികയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവളെ ഞങ്ങളുടെ വീട്ടിൽ ഏൽപ്പിക്കുകയായിരുന്നു വന്നതെന്ന്.